ചോറ്റാനിക്കരയിൽ അവശനിലയിൽ കാണപ്പെട്ട യുവതി പോക്സോ അതിജീവിത. യുവതിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ വീട്ടിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, അതാണൊരു പക്ഷേ പുതിയ വിവരങ്ങൾ ചേർത്ത് വയ്ക്കാവുന്ന ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ഈ ആൺസുഹൃത്ത് തന്നെയാണോ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ, ഈ രാത്രി വീട്ടിലെത്തി എന്ന് പറയുന്ന ആൾ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി ചേർത്ത് വയ്ക്കുന്നു? വീണ, പ്രധാനമായും ഈ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്. ഇയാളെയാണ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഈ സംഭവ തലേ ദിവസം ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ആളും, അതായത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഒടുവിൽ എത്തിയിരിക്കുന്നതും ഈ ആൺസുഹൃത്ത് തന്നെയാണ്. ഒരാളുടെ ബൈക്കിൽ ഇവിടെ എത്തുന്നു, അയാൾ മറ്റേയാളെ ഇവിടെ ഇറക്കി, ആൺസുഹൃത്തിനെ ഇവിടെ ഇറക്കിയതിന് ശേഷം ബൈക്കുകാരൻ തിരിച്ചു പോകുന്നതും ഒപ്പം ഇയാൾ വീടിനകത്തേക്ക് കയറി പോകുന്നതും എല്ലാം തന്നെ ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് ാണ് ഈ ഒരു സംഭവം. ഒരുപക്ഷെ അവിടെ വാക്ക് തർക്കമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാനും അതിനുശേഷം പെൺകുട്ടിയെ ഇയാൾ ആക്രമിക്കാനുമുള്ള എല്ലാമുള്ള ഒരു സാധ്യത തന്നെയാണ് വ്യക്തമാകുന്നത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ, മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എന്നിവയെല്ലാം കൂടി പുറത്തു വരുമ്പോൾ മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല, അതിഗുരുതരാവസ്ഥയിൽ തുടരുന്ന പെൺകുട്ടിയുടെ മൊഴിയും ഇതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം അന്ന് നടന്ന സംഭവങ്ങൾ, ഞായറാഴ്ച നടന്ന അല്ലെങ്കിൽ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പെൺകുട്ടിക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ കുട്ടിയുടെ ആരോഗ്യം എത്തിയാൽ മാത്രമായിരിക്കും പ്രധാനപ്പെട്ട മൊഴികൾ പലതും ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴും അതിഗുരുതരാവസ്ഥയിൽ തന്നെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ് പെൺകുട്ടി. അതേസമയം ഈ ഒരു സംഭവം നടന്നിരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരുമെല്ലാം തന്നെ ഇപ്പോൾ എത്തി ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രീയ തെളിവുകൾ അതിലേറ്റവും പ്രധാനമാണ്. മാത്രമല്ല, ഇയാൾ കൃത്യമായി ഈ ഒരു കൃത്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ താനാണ് ചെയ്തത് എന്ന് സമ്മതിക്കാൻ ഇതുവരെ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വിശദമായ മറ്റു തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോർത്തിണക്കേണ്ടതുണ്ട്. നേരത്തെ ഒരു പരാതി, പോക്സോ കേസിൽ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ അതിജീവിതയായ ഒരു പെൺകുട്ടിക്കാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ, ക്രൂരമായ ആക്രമണം എല്ലാം തന്നെ നേരിടേണ്ടി വന്നത്. മാത്രമല്ല, ലൈംഗിക പീഡനമടക്കം നടന്നിട്ടുണ്ടോ, ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ സംശയം നിലനിൽക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടിയെ തിരിച്ചറിയുന്ന മറ്റു കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് വളരെ വിശദമായി തന്നെ ഉള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ചിലർ അറസ്റ്റിലായിരുന്നു. അവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പ്രധാനമായും നീളുന്നുണ്ട്. കാരണം അത്തരം ആളുകൾക്ക് ആർക്കെങ്കിലും നേരത്തെ പെൺകുട്ടി നൽകിയ പരാതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു, അത് തുടർന്ന് ഇത്തരമൊരു കൃത്യത്തിന് കാരണമായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഈ വീട്ടിൽ വന്നുപോയ ആളെ കേന്ദ്രീകരിച്ചുകൂടിയുള്ള പരിശോധന, അന്വേഷണം എല്ലാം തന്നെ നടത്തുന്നത്. ഇയാൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ താൻ അത്തരമൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ആവർത്തിക്കുന്നത്. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മയെയും ഇയാൾ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ഈ പ്രദേശത്ത് എത്തുമ്പോഴെല്ലാം നാട്ടുകാരെ നിരന്തരം ശല്യമായിരുന്നു നാട്ടുകാർക്ക്. അങ്ങനെ നാട്ടുകാർ ഒരു മാസ് പെറ്റീഷൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഇയാളുടെ ഉപദ്രവങ്ങൾ ആവർത്തിക്കുന്നു, തുടരുന്നു എന്നെല്ലാം പറഞ്ഞ്. അതിനുശേഷം ഈ പ്രദേശത്ത് ഒരു CCTV അടക്കം ഇയാൾ തുടർച്ചയായി വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഘടിപ്പിക്കുകയും എല്ലാം ചെയ്ത് അത്തരത്തിലുള്ള ഒരു പ്രതിരോധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതികൾ നിരന്തരം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു കൃത്യം നടന്നു എന്നതിലേക്ക് തന്നെ അന്വേഷണം നീളുന്നത്. ഓക്കെ, ശരി ജിജീഷ്. ഏതായാലും ഈ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്.